കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവേശുവിന്റെ ധന്യ തിരുനാമത്തിൽ വന്ദനം ചെയ്യുന്നു. വളരെ വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു ഇവാഞ്ചലിസ്റ്റ് ഉണ്ണികൃഷ്ണൻ അവர்களுടെ ദേഹവിയോഗം എന്നത്. കേരളത്തിലെ ദൈവമക്കൾക്ക് അത് ഏറെ വേദന സൃഷ്ടിച്ചു. അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ എന്നതിലുപരി ഒരു അപകടത്തിൽ അദ്ദേഹം ഈ ലോകം വിട്ട് യാത്രയാകേണ്ടി വന്നു എന്നുള്ളത് ഒരു ഭാഗത്ത് വേദന നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് വ്യത്യസ്തമാകുന്ന അഭിപ്രായങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനേകം ആൾക്കാർ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് കമന്റ് പറയുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ദൈവമക്കൾ ഇമാതിരിയുള്ള വിഷയങ്ങളുടെ നടുവിൽ ഒരല്പം വിഷമിച്ചു പോകാറുണ്ട്. കാരണം നമുക്ക് കൃത്യമായി ഈ വിഷയങ്ങൾക്ക് മറുപടി പറയുക എളുപ്പമല്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഈ വിഷയത്തോട് ബന്ധപ്പെടുത്തി ഒരു സഹോദരി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പാസ്റ്റർ ഷമീർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. രണ്ട് വീഡിയോകൾക്കകത്തും യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നത് വിസ്മരിക്കാനാവില്ല. എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് അപകട മരണങ്ങൾ സംഭവിക്കുന്നത് എന്നും അപകട മരണങ്ങൾ സംഭവിക്കുന്നത് തെറ്റാണോ എന്നുമുള്ള രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ഇതിനെ നമ്മൾ വിശാലമായ വീക്ഷണത്തിൽ വേണം ഗ്രഹിക്കുവാൻ. കാരണം ഒന്ന്, ദൈവത്തിന്റെ പരമാധികാരത്തെ നമ്മൾ തിരിച്ചറിയണം. അതിനകത്തേക്ക് കൈകടത്തുവാനോ അത് ഗ്രഹിക്കുവാനോ സാധാരണ മനുഷ്യരായിരിക്കുന്ന നമുക്ക് സാധ്യമല്ല എന്നത് പ്രധാനപ്പെട്ട മേഖലയാണ്. രണ്ട്, ദൈവത്തിന്റെ ചിന്തകളും നമ്മുടെ ചിന്തകളും, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴികളും നമ്മുടെ വഴികളും തമ്മിലുള്ള വ്യത്യാസം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ വ്യത്യസ്തമാണ് ദൈവത്തിന്റെ ചിന്തയും നമ്മുടെ ചിന്തയും. അതുകൊണ്ട് ഇത്തരമുള്ള പദ്ധതികൾക്കുള്ളിൽ ദൈവത്തിന് എത്രത്തോളം ഇടപെടലുണ്ട് എന്നും എത്രത്തോളം മാനുഷികമായി സംഭവിക്കുന്നു എന്നും എത്രത്തോളം പൈശാചിക കരം അതിനകത്തുണ്ട് എന്നും മനസ്സിലാക്കേണ്ടത് ഒരല്പം ദുഷ്കരമായ കാര്യം തന്നെയാണ്. എങ്കിലും അത് ശ്രദ്ധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് ഭൂമിയിലുള്ള ആത്മഹത്യ ഒഴികെയുള്ള ഏതു മരണവും നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഒരിക്കലും അപകടങ്ങൾ ഉണ്ടാകുന്നത് ദൈവഹിതപ്രകാരമല്ല എന്ന് നമുക്ക് തീർത്തു പറയാനാവില്ല. അപകടങ്ങളിലൂടെ ഒരാൾ മരിച്ചു പോയാൽ അയാൾ സ്വർഗരാജ്യത്തിലെത്തില്ലെന്നൊന്നും പറയാൻ പാടില്ല. കാരണം ആത്മഹത്യ ഒഴികെ മറ്റേതും ആത്മീകന് സംഭവിക്കാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ അതിൽ നിന്നൊരല്പം കൂടി മുൻപിലേക്ക് മാറി ഇങ്ങനൊരു വിഷയം കൂടി ഇതിനകത്ത് ചർച്ചയ്ക്ക് വന്നത് കൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ഒരു സഹോദരി അവരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവര് പറഞ്ഞിരിക്കുന്നു, ചില മാസങ്ങളിലാണ് ഇമ്മാതിരിയുള്ള ദൈവദാസന്മാരുടെ മരണങ്ങൾ സംഭവിക്കുന്നത്. അവകൾക്കകത്ത് ഒരു പൈശാചിക കരമുണ്ട് എന്ന് ആ സഹോദരി പറയുകയാണ്. അതിനെന്താണ് ആധികാരികത എന്നൊന്നും എനിക്കറിയില്ല. ബിബ്ലിക്കലി അതിന് ആധികാരികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്നിന്ന ഏതെങ്കിലും മാസങ്ങൾക്കോ ഏതെങ്കിലും ദിവസങ്ങൾക്കോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാലും ഇല്ല എന്ന് തന്നെയാണ് വചനാടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അതുപോലെ ആ സഹോദരി പറഞ്ഞതിനകത്ത് ചില വാക്യപിശകികളുണ്ട്. അതൊക്കെ പാസ്റ്റർ ഷമീർ ഉന്നയിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം തൊടുന്നില്ല. അത് അവരുടെ അറിവിന്റെ കുറവ് കാരണമുണ്ടായ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ആ മേഖലയൊന്നും ഞാൻ തൽക്കാലം തൊടാൻ താല്പര്യപ്പെടുന്നില്ല. ഏതായാലും ഒരു ഭക്തന്റെ മരണത്തിൽ പിശാചിന് കൈയുണ്ടോ എന്ന് ചോദിച്ചാൽ കൈ ഉണ്ടാവില്ലെന്ന് തീർത്തു പറയാൻ സാധ്യമല്ല. അതിന് കാരണം വളരെ വിശാലമായി പറഞ്ഞാലേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. പാസ്റ്റർ ഷമീർ അതിനകത്ത് ചില ഭാഗങ്ങൾ വളരെ വിശദീകരിച്ച് സംസാരിച്ചിരുന്നു.
നമ്മൾ ക്രിസ്തുവിലാകുന്നതോടുകൂടി നമ്മുടെ ശാപങ്ങൾ മാറും. നമ്മൾ ദൈവമക്കളായി തീരുന്നു. പിന്നീട് നമുക്ക് ശാപങ്ങൾ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. അത് കറക്റ്റ് തന്നെയാണ്. വചനാടിസ്ഥാനത്തിൽ നമ്മൾ ക്രിസ്തുവിലാകുന്നതോടുകൂടി നമ്മൾ പുതിയ സൃഷ്ടിയായി തീരുകയാണ്. അതുവരെ നമ്മളിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കുടുംബപരമായി ഉണ്ടായിരുന്ന യാതൊരു ബാധയും നമ്മെ ബാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ക്രിസ്തുവിലാകുന്നതോടുകൂടി പിശാച് പൂർണ്ണമായി നമ്മളെ വിട്ടുമാറിയിരിക്കുന്നു എന്നും പിന്നീട് പിശാച് നമ്മളെ ടാർഗറ്റ് ചെയ്യില്ല എന്നും നമ്മൾ നിത്യതയിൽ എത്തുന്നത് വരെ നമുക്ക് യാതൊരു പൈശാചിക പ്രതിസന്ധിയും ഉണ്ടാവില്ല എന്നും നമുക്ക് ധരിക്കാൻ സാധ്യമല്ല. യേശുക്രിസ്തുവിലാകുന്നതോടുകൂടി ശാപം മാറുന്നു. കൃത്യമാണ്, കറക്റ്റാണ്. ഞാൻ ഇവാഞ്ചലിസ്റ്റ് ഉണ്ണികൃഷ്ണനും PG വർഗീസ് അങ്കിളുമായി നടത്തുന്ന ചർച്ച കേട്ടിരുന്നു. അതിൽ നിന്നുമാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് ആശയങ്ങൾ മനസ്സിലായത്. ഞാൻ ഇവാഞ്ചലിസ്റ്റ് ഉണ്ണികൃഷ്ണനുമായി പരിചയമുള്ള ഒരാളല്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേൾക്കുന്നതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ്. കൂടുതൽ പരിചയം വേണമെന്ന് നിർബന്ധമില്ല. ഏതായാലും എന്നെ വേദനയോടെ ചിന്തിപ്പിച്ചൊരു കാര്യം, അയാൾ രക്ഷയിലേക്ക് വന്നു 10 കൊല്ലം തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ കേൾക്കുവാനിട വന്നു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കരുത്തനായൊരു പ്രഭാഷകനെ, നെഞ്ചുറപ്പുള്ള ധൈര്യശാലിയായ, യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട ഒരു വേലക്കാരനെ നമുക്ക് മലയാളക്കരയ്ക്ക് നഷ്ടമായിരിക്കുന്നു എന്നതിന് സംശയം വേണ്ട. അപ്പോൾ അത് ദൈവം നല്ല സമയത്ത് എടുത്തുകൊണ്ട് പോയതാണ് എന്ന് വിശ്വസിച്ച് നമ്മൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ് പൊതുവിൽ ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ ഈ ഒരു ചർച്ച വന്നതുകൊണ്ടും മാത്രം ആ വിഷയത്തെ ഒരല്പം വിചിന്തനം ചെയ്ത് നമ്മൾ മുമ്പിലേക്ക് പോകേണ്ടി വരികയാണ്. വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക തന്നെ വേണം. അതിന് പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഈ പാസ്റ്റർ ഉണ്ണികൃഷ്ണൻ പറയുന്ന ചില ഭാഗങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ആണുങ്ങൾ നശിച്ചു പോകുന്ന, ഒരു പ്രായത്തിന് മുകളിലേക്ക് കടക്കാതെ ആണുങ്ങൾ മരിച്ചു പോകുന്ന ഒരു പ്രശ്നമുണ്ടാകുന്നു. ആ ഭാഗം പറയുമ്പോൾ PG അങ്കിള് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, അബോർഷൻ സംഭവിക്കുന്നത് പോലും പലതിലും ആൺകുട്ടികൾക്കാണ്. അതിന്റെ പുറകിലെ ഒരു തലം PG അങ്കിൾ അവിടെ പരാമർശിച്ചു വച്ചു. അതിലെല്ലാ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി പറയാനൊന്നും സാധ്യമല്ല. മുഴുവൻ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്ത് പ്രകാശിക്കാതിരിക്കാൻ, ശോഭിക്കാതിരിക്കാൻ അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കുന്നത് മാത്രമല്ല, യഥാർത്ഥത്തിൽ നിൽക്കുന്ന സുവിശേഷകരെ ഒന്നുകിൽ പരാജയപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ഏതിലെങ്കിലും വീഴ്ത്തിക്കളയുക, അല്ല ഇതിലൊന്നിലും കിട്ടാതെ വരുന്ന അന്തരീക്ഷത്തിൽ അവരെ ഭൂമുഖത്തു നിന്ന് തന്നെ മാറ്റിക്കളയുക എന്നതൊരു പൈശാചിക തന്ത്രം തന്നെയാണ്. ഇതിൽ ദൈവകൃപയിൽ നിന്ന് താഴേക്ക് പോകുന്നത് ഏതിലായാലും, ധനമോഹത്തിലായാലും, വിഗ്രഹാരാധനയിലേക്കായാലും, വ്യഭിചാരത്തിലേക്കായാലും, ഇവകളിലേക്ക് ഏതിലേക്ക് താഴേക്ക് പോയാലും ഇമാതിരി അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നതിന് തുല്യം തന്നെയാണ്. അതിന്റെ 2 ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. പിശാചിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരാൾ പാപത്തിൽ, നല്ലൊരു സുവിശേഷകൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരാൾ പാപത്തിൽ വീണുപോയാലും, അയാൾ കൊല്ലപ്പെട്ടാലും, ദൈവകൃപയിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ കൊല്ലപ്പെട്ടാലും പിശാചിനത് ഗുണമാണ് ഒരു പരിധിവരെ. കരുത്തനായ ഒരു പ്രസംഗകനായ ഉണ്ണികൃഷ്ണൻ 47-ാം വയസ്സിൽ നിത്യതയിലേക്ക് ചേർക്കപ്പെടാതെ ഒരു 20 കൊല്ലം കൂടി ഇവിടെ നിന്നിരുന്നു എങ്കിൽ അയാളുടെ വചന ശുശ്രൂഷയിൽ അനേകം പേരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു എന്നതിന് സംശയം വേണ്ട. അപ്പോൾ അത് ഇല്ലാതാക്കി തീർത്തതിൽ പിശാചിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരല്പം ചിന്തിക്കേണ്ടത് തന്നെയാണ് എന്നതിന് സംശയമൊന്നും വേണ്ട. ദൈവം കൊണ്ടുപോയതാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ
അതിന്റെ പിറകിൽ ഒരുപാട് ചോദ്യങ്ങൾ പിന്നെയും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ദൈവം കൊണ്ടുപോയതല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കേണ്ടി ചെയ്യരുത്. അദ്ദേഹത്തിന്റെ ഭാര്യ കൃപയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, കുഞ്ഞുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ശുശ്രൂഷകൾ തീർന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്റെ കുറവായിരിക്കാം ചിലപ്പോൾ, കേട്ടോ, എനിക്കത് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആന്തരികൾ നശിച്ചു പോകുന്ന ഒരു ശാപമുണ്ട്, ക്രിസ്തുവിലായതുകൊണ്ട് അത് മാറി എന്ന് നമ്മൾ പറയുമ്പോഴും ബഹുമാനപ്പെട്ട ദൈവദാസനും അതുപോലെ യാത്രയായിരിക്കുകയാണ്. ശാപം മാറി എന്നത് ശരിയായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അവസാനിച്ചത് ദൈവത്താലാണോ എന്നത് നമുക്ക് തൽക്കാലം വിശദീകരിക്കാൻ നിവൃത്തിയില്ല. അതിനുള്ള ബാക്കി തെളിവുകളൊന്നും നമ്മുടെ കയ്യിൽ ലഭ്യമല്ലല്ലോ. എനിക്ക് പറയാനുള്ളത്, പി ജി അങ്കിൾ അവിടെ സൂചിപ്പിച്ചു വെച്ച കാര്യത്തിൽ ആന്തരികളുടെ മേൽ പിശാചിനൊരു കണ്ണുണ്ട് എന്നത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. യേശുക്രിസ്തുവിന്റെ വരവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെരോദാവ് ആന്തരികളെ കൊല്ലുന്നൊരു പദ്ധതി ആവിഷ്കരിച്ചു. ഫറവോൻ മോശയെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആന്തരികളെ കൊല്ലുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. നമ്മൾ ഇവകളിൽ നിന്ന് ഗ്രഹിക്കണം, ഫറവോനോ ഹെരോദാവോ അല്ല ഇവകൾ ചെയ്യുന്നത്. ഇതിന്റെ പുറകിൽ കൃത്യമായ പൈശാചിക കരമാണ്. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി ഈ മോശ എത്തുന്നതിനെ തടസ്സം ചെയ്യുവാൻ ഫറവോനെയും, ഇസ്രായേലിന്റെ ഒടുവിലത്തെ വീണ്ടെടുപ്പുകാരനായി വരുന്ന യേശുക്രിസ്തുവിനെ നിരോധിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ഹെരോദാവിനെയും ചെകുത്താൻ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു എന്നത് നമുക്കാർക്കും തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഭാരത മണ്ണിലെ സുവിശേഷീകരണത്തെ തടസ്സം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ചെകുത്താനും അല്ലെങ്കിൽ ആൾക്കാരും ആഭിചാരമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അതിനോട് ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. ഞാൻ ഈ അടുത്തയിടയിൽ ഒരാളെ ആത്മീകമായി, ഒരു കുടുംബത്തെ എനിക്ക് സഹായിക്കേണ്ടി വന്നു. ഞാൻ സഹായിച്ചു, ആത്മീകമായിട്ടാണ്, ഭൗതികമല്ല, ആത്മീകമായിട്ട്. അപ്പോൾ ആ കുടുംബത്തെ നശിപ്പിക്കാൻ മറ്റൊരു ആള് വളരെ തീവ്ര ശ്രമത്തോടെ നിൽക്കുകയായിരുന്നു. ദീർഘനാണ്ടത്തെ അയാളുടെ ശ്രമമാണ് ആ കുടുംബത്തെ നശിപ്പിക്കുക എന്നുള്ളത്. അത് ഞാൻ പിന്നീട് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോഗ്രാം അവസാനിച്ചതിന് ശേഷം ഞാൻ അതിന്റെ തെളിവുകൾ അടക്കം പുറത്തേക്ക് വിടാം. അപ്പോൾ ഞാൻ ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്തു എന്ന കാരണത്താൽ ആ കുടുംബത്തെ നശിപ്പിക്കാൻ മറ്റേ ആൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാൾ എനിക്ക് കത്തെഴുതി, നിന്നെ ഞാൻ നശിപ്പിച്ചു കളയും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇതിന്റെയൊക്കെ വ്യക്തതകളും ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് തരാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് പറയാനുള്ള സമയമല്ല. അയാൾ ടാർഗറ്റ് ചെയ്തിരുന്ന ആളിനെ ഞാൻ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് അയാൾക്ക് അയാളെ തകർക്കാൻ കഴിഞ്ഞില്ലെന്ന കാരണത്താൽ അയാളെ സപ്പോർട്ട് ചെയ്ത എന്നെ തകർക്കുവാൻ സ്വാഭാവികമായും നാട്ടിലൊരു മനുഷ്യന് തോന്നുകയും, അയാൾ എനിക്കെതിരെ ചെയ്തിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡയറക്റ്റ് എനിക്ക് പേപ്പർ തന്നു, ഞാൻ നിന്നെ നശിപ്പിക്കുമെന്ന്. അപ്പോൾ അതിനെ അമ്മാതിരിയുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമ്മുടെ കയ്യിൽ എന്ത് ടൂളാണുള്ളത്? ഇതാണ് എന്റെ ഗൗരവമേറിയ ചോദ്യം. 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾ ഈ നിലയിൽ മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് പോകാനാവില്ല. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ എത്ര സമയം ഇരുന്ന് പ്രാർത്ഥിക്കും? ഞാൻ വളരെ ചുരുക്കം സമയമേ ഇരിക്കാറുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, 3 മണിക്കൂർ നിങ്ങൾ നിരന്തരം ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് അപ്പുറത്തേക്ക് പോകുവാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ 3 മണിക്കൂർ നിങ്ങൾ ദൈവസന്നിധിയിൽ ഡെയിലി ഇരിക്കണം. ഇപ്പോഴും അദ്ദേഹം എന്റെ പിറകെ കൂടിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട് പ്രാർത്ഥന? ഞാൻ ഗ്രഹിക്കുന്നു അത് ദൈവമാണ് അയാളെ ആക്കി വച്ചിരിക്കുന്നത്. ഞാൻ 20 കൊല്ലത്തിലധികമായി ഒരു കൺവെൻഷൻ സ്പീക്കറാണ്. നിലത്തിരിക്കാൻ പറ്റാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൺവെൻഷൻ മാത്രം പ്രസംഗിച്ച് നടന്നിരുന്ന കാലം എനിക്കൊരല്പം റെസ്റ്റ് ഉണ്ടായിരുന്നു. പകലൊക്കെ ഈ പോകുന്ന നാട്ടിൽ സുഖാട്ടവരുടെ വീട്ടിൽ കിടന്നുറങ്ങാം. പക്ഷെ ഇപ്പോ ഞാൻ ചർച്ച് ഫോക്കസ് ചെയ്തും യൂട്യൂബ് മിനിസ്ട്രിയും എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് ശരിക്കും രാത്രി പോലും ഫ്രീ കിട്ടാത്തൊരു നിലയിൽ തിരക്കാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഒരുപാട് താഴേക്ക് പോയി. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളെല്ലാം തിരക്ക് പിടിച്ച ശുശ്രൂഷകരാണ്. ഒരിടം വിട്ട് അടുത്തിടത്തേക്ക് നമ്മൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെയൊക്കെ ഡയറികളിൽ അടുത്ത വർഷം ഏപ്രിൽ വരെ ബുക്കിംഗ് ആണ്. ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടുന്നതിനിടയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാണുള്ളത്? നമ്മൾ ഇത്ര തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പിശാച് ടാർഗറ്റ് ചെയ്യില്ലെന്ന്
പറയാനുള്ള ഹേതു എന്താണ്? ഉറപ്പെന്താണ്? നമ്മളെ ദൈവം കാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നമ്മൾ ദൈവമക്കൾ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തിരുവചനം പറയുന്നത് പോലെ നമ്മൾ ദൈവകൃപയിൽ നിൽക്കുന്നു എന്ന് എന്തടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ലെന്ന് വചനം പറയുമ്പോൾ 91-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഹി ഹൂ ഡ്വെൽസ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് മോസ്റ്റ് ഹൈ, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, അവനെ താഴോട്ട് പറയുന്ന നന്മകൾ ഉണ്ടാകൂ. തിരക്ക് പിടിച്ച് ശുശ്രൂഷയിൽ പോലും തിരക്ക് പിടിച്ചിരിക്കുന്ന നമ്മൾ, അല്പമണിക്കൂറുകൾ പോലും തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്താതെ എന്തോ വലിയ തിരക്കിലേക്ക് പെട്ടിരിക്കുന്ന നമ്മളായി പ്രാർത്ഥിക്കാൻ പോലും സമയം ചിലവഴിക്കാതെ പോകുന്നു എങ്കിൽ പിശാചിന് നമ്മളെ അറിയാൻ എളുപ്പമല്ലേ എന്നതാണ് എന്റെ ചോദ്യം. നമ്മളൊക്കെ തിരക്കുള്ളവരാണ്, കൂടുതൽ നേരം സ്റ്റേജിൽ നിൽക്കുന്നവരാണ്, കൂടുതൽ വചനം പഠിക്കുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്. ഇതെല്ലാം ശരിയായിരിക്കുമ്പോഴും ഒരല്പം ഫാൾസ് കോൺഫിഡൻസ് നമുക്കില്ലേ എന്നതാണ് എന്റെ ചോദ്യം. എന്ന് ചോദിച്ചാൽ, ഒരല്പം തെറ്റായ അല്ലെങ്കിൽ അപകടകരമായ ഒരു വിശ്വാസം നമുക്കില്ലേ? ദൈവം നമ്മളെ ഉറപ്പായി താങ്ങുമെന്നത് ശരി തന്നെയാണ്. പക്ഷേ ദൈവമക്കളായി തുടരേണ്ടുന്ന ഒരുപാട് യോഗ്യതകൾ നമ്മൾ സൂക്ഷിക്കേണ്ടതില്ലേ? ദൈവവുമായി നമ്മൾ എത്ര സമയം ചിലവഴിക്കുന്നു എന്നുള്ളത് ഗൗരവമുള്ള കാര്യമല്ലേ? നമ്മൾ തിരുവെഴുത്തുകൾ പ്രസംഗിക്കുവാൻ വേണ്ടി പ്രസംഗം ഉണ്ടാക്കാൻ ചിലവഴിക്കുന്ന സമയവും, പ്രസംഗിക്കുവാൻ യാത്ര ചെയ്യുന്ന സമയവും, വേദിയിലിരിക്കുന്ന സമയവും, പ്രസംഗിക്കുന്ന സമയവും ഒക്കെ നമ്മൾ കർത്താവിന് വേണ്ടി ചിലവിട്ടു എന്ന് കൂട്ടിയിട്ടാണ് നമ്മൾ ഏതാണ്ട് വലിയ കാര്യം ചെയ്യുന്നത് പോലെ കണക്ക് കൂട്ടുന്നത്. നമ്മൾ റീചാർജ് എത്രത്തോളം ചെയ്യുന്നു? വീട്ടിൽ നമുക്കൊരു പ്രയർ സപ്പോർട്ട് ഉണ്ടോ? ഒരു സഭയുടെ സപ്പോർട്ട് നമുക്കുണ്ടോ? ആരുടെങ്കിലും സപ്പോർട്ട് നമുക്കുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ കൺവെൻഷൻ പ്രസംഗകനായിട്ട് മാത്രം നടന്നിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സഭ പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് പ്രോപ്പറായി പ്രാർത്ഥിക്കാൻ ഒരു ചേർച്ച് ഉള്ളത്. ദെൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള ദൈവമക്കളിൽ ചിലരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴും യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു നിൽക്കുന്നത് കൊണ്ട് എന്നെ അറിയുന്ന ഒരുപാട് ദൈവമക്കൾ, എനിക്ക് നേരിൽ അറിയില്ലാത്തവർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം പിൻബലമായി സപ്പോർട്ടായി ഉള്ളപ്പോൾ തന്നെ ഞാനെന്ന വ്യക്തിക്ക് ദൈവസന്നിധിയിൽ എത്ര സമയം ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ഗൗരവമുള്ള കാര്യമല്ലേ? നമ്മളെല്ലാവരും യാത്രയ്ക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ, വാഹനമെടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് തന്നെയാണ് ഇറങ്ങുന്നത്. അവിടെ കർത്താവ് നമ്മളെ കാക്കുന്നു എന്നുള്ളത് നിശ്ചയമായും ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ എത്ര സമയം ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്നു എന്നത് ഗൗരവമായ ഒരു ചോദ്യമല്ലേ എന്നതാണ് എന്റെ ചോദ്യം. ഇവിടെ ഈ സഹോദരി പറഞ്ഞ അവ്യക്തമായ ചില കാര്യങ്ങളുടെ ഒരല്പം കൂടി വ്യക്തത വരുത്തിക്കൊണ്ട് PG അങ്കിൾ പറഞ്ഞ കാര്യത്തെയും കൂടി ചേർത്ത് വെച്ച് സംസാരിച്ചാൽ, കർത്താവിന്റെ വേലയ്ക്കായി ഇറങ്ങുന്ന കൃത്യമായ ശുശ്രൂഷകരെ ഏതെങ്കിലും വിധത്തിൽ ആ പദ്ധതിയിൽ നിന്ന് താഴേക്കിടുക എന്നുള്ളത് പിശാചിന്റെ ടാർഗറ്റ് ആണ്. പിശാച് ആ ലക്ഷ്യത്തോടു കൂടി നമ്മുടെ പുറകെ നിൽക്കുമെന്നതിന് ഇരുപക്ഷം വേണ്ട. ഒന്നുകിൽ നമ്മളെ കൃപയിൽ നിന്ന് വീഴ്ത്താൻ, ഒന്നുകിൽ നമ്മളെ സാമ്പത്തിക വിഷയത്തിൽ തള്ളിയിടുക, അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും വിഷയങ്ങളിൽ നമ്മളെ വീഴ്ത്തിക്കളയുക, നമ്മുടെ സുവിശേഷീകരണത്തിന്റെ മൂർച്ചയെ നശിപ്പിക്കുക. ഇല്ല, നമ്മളെ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ, ജീവൻ തന്നെ അപകടപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതിലേക്ക് കൊണ്ടുപോവുക. ആ പദ്ധതിയിലേക്ക് നമ്മളെ ദൈവം വിട്ടുകൊടുക്കില്ല എന്ന് നമ്മൾ ഒരു ഭാഗത്ത് അടിച്ചുറച്ച് വിശ്വസിക്കുമ്പോഴും നമ്മൾ കർത്താവുമായി ഉള്ള ബന്ധം എത്രത്തോളം സൂക്ഷിക്കുന്നു എന്നത് ഒരു ഗൗരവമായ കാര്യമല്ലേ എന്നതാണ് എന്റെ ചോദ്യം. ഇപ്പോൾ ഉണ്ണികൃഷ്ണന്റെ കാര്യം, 10 കൊല്ലം തികഞ്ഞിട്ടില്ല ആ ശുശ്രൂഷകൻ. എന്ത് ഗൗരവത്തിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്, എത്ര ഉഷാറോടുകൂടി ആർജവത്വത്തോടു കൂടിയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം കേട്ടിട്ട് വാസ്തവത്തിൽ വളരെ സന്തോഷം തോന്നുകയാണ്. പക്ഷേ ഒരു 20 കൊല്ലം കൂടിയെങ്കിലും പ്രസംഗിക്കേണ്ടെന്ന ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസത്തിൽ യാത്രയാകുമ്പോൾ വേദനകൾ ബാക്കിയാകുന്നു, സംശയം വേണ്ട. അതുപോലൊരു ശുശ്രൂഷകൻ ദൈവകൃപയിൽ എത്തിച്ചേർന്ന് ഫീൽഡിൽ നിലനിൽക്കാൻ എത്ര സമയം വേണം? അത് മാക്സിമം നമുക്ക് ഉപയോഗിച്ചെടുക്കേണ്ടതിന് കഴിയാതെ പോയതിൽ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുണ്ടോ എന്നുള്ളത് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് തന്നെയാണ്.
പ്രയർ സപ്പോർട്ട് അദ്ദേഹത്തിന് എന്തായാലും ഭാര്യയിൽ നിന്നും കുഞ്ഞിൽ നിന്നും കിട്ടില്ലെന്ന് ഉറപ്പാണ്. കാരണം അവർ രക്ഷിക്കപ്പെട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു വിശ്വാസ സെറ്റപ്പിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ മനുഷ്യൻ മാത്രമാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വീടിനകത്തുള്ള അന്തരീക്ഷം വളരെ കുറവാണ്. അമ്മ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. സഭ എത്രത്തോളം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, താങ്ങിയിരുന്നു എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് സ്ട്രോങ് ആയിട്ട് താങ്ങ് കൊടുക്കുവാൻ എത്ര പേരുണ്ടായിരുന്നു എന്നും എനിക്കറിയില്ല. അങ്ങനെ എന്തിന്റെങ്കിലും കുറവ് ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് ഒരു വലിയ ശുശ്രൂഷകനെ, അല്ലെങ്കിൽ കുറെ അധികം ശുശ്രൂഷകൾ ചെയ്യേണ്ടുന്ന ഒരു ശുശ്രൂഷകനെ നമുക്ക് നഷ്ടം വന്നു എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതായി വരും. അപ്പോഴും ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് നിത്യതയൊന്നും നഷ്ടപ്പെടില്ല. അദ്ദേഹം വചനപ്രകാരം വിശുദ്ധിയോടെ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ, വചനത്തിൽ കർത്താവ് ആവശ്യപ്പെട്ടിട്ടുള്ള നിലപാടിൽ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് എങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്തുമെന്നതിന് സംശയം വേണ്ട. പക്ഷേ കുറച്ചധികം കാലം കൂടി ശുശ്രൂഷിക്കുവാൻ സൗകര്യമുണ്ടായിരുന്നത് അടഞ്ഞുപോയില്ലേ എന്നതാണ് ഒരു സന്ദേഹം. ഈ സംശയം എന്റെ ഉള്ളിൽ ആളിക്കത്താൻ തുടങ്ങിയിട്ട് വർഷം കുറയായി. ഞാനത് പറയുന്നതിന്റെ കാരണം കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ TPM-നകത്ത് ശുശ്രൂഷകർ വളരെ കുറവാണ്. വലിയ ചർച്ചകളിൽ എന്ന് പറഞ്ഞാൽ ഒരു 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ശിരസ്സുയർത്തി നിന്നിരുന്ന വലിയ ചർച്ചകൾ, തിരുവനന്തപുരം സെന്റർ എടുത്ത് ഞാൻ പറഞ്ഞാൽ വിഴവൂർ, എരുത്താവൂർ, കാട്ടാക്കട, ചാണി, ഇമാതിരിയുള്ള വലിയ ചർച്ചകളിൽ പോലും ഇന്ന് ശുശ്രൂഷകരെ കൊടുക്കാനില്ല. 2ഉം 3ഉം ചർച്ചകൾക്ക് ഒരുമിച്ച് ചേർത്ത് ഒരു ശുശ്രൂഷകനെ കൊടുക്കുന്ന തലത്തിലേക്ക് TPM-ൽ ശുശ്രൂഷകരുടെ കുറവുണ്ടായി. ഇതിനെ ഞാനൊന്ന് ശരിക്കും പഠിച്ചപ്പോൾ എന്റെ ഫ്രണ്ട്സ് അതിനകത്ത് ഒത്തിരി പേരുണ്ട്. കുറെ അധികം പേര് മരിച്ചും പോയി. എന്റെ പ്രായം പോലും എത്താത്തവർ 40 വയസ്സിനകത്ത് തന്നെ മരിച്ചുപോയ അനേകം പേരുണ്ട്. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത്, അവർ വിശ്വാസം പറഞ്ഞാണ് മുമ്പിലേക്ക് പോകുന്നത്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി, സഭകളിൽ അവരിറങ്ങി, വീടുകളിൽ ചെല്ലുമ്പോൾ നല്ല ട്രീറ്റ് ആണ് കിട്ടുക. നല്ല ചായ ഇട്ട് കൊടുക്കും, പിന്നെ നല്ല സാധനങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട്. അതവര് കഴിച്ച് അവർക്ക് രോഗങ്ങൾ നേരത്തെ തന്നെ ബാധിക്കുകയാണ്. ചെറിയ ഗുളികകളുടെ സപ്പോർട്ട് അവർക്ക് കൊടുത്തിരുന്നു എങ്കിൽ 30 വയസ്സിൽ മരിക്കുന്ന ഈ പിള്ളേര് ഒരു 30 കൊല്ലം കൂടി ജീവിച്ചിരിക്കുമായിരുന്നു എന്നതിന് സംശയമേ വേണ്ട. നമ്മൾ തിരിച്ചറിയണം, ഇവിടെ നമ്മളുടെ ആഹാര ക്രമീകരണത്തിന്റെ പ്രശ്നമാണ്. കയ്യിൽ കിട്ടിയ ഫുഡൊക്കെ, ജങ്ക് ഫുഡ് അടക്കം നമ്മൾ കഴിക്കുന്നു, നമ്മൾ രോഗികളാകുന്നു. എന്നിട്ട് അതിന് തിരിച്ചു കൊടുക്കേണ്ടുന്ന കെമിക്കൽസ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ആ കെമിക്കൽ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായും പിന്നെ സർവൈവ് ചെയ്യാൻ കഴിയും. ഷുഗറിന്റെ ലെവൽ കൂടിയാൽ അതിന് നിസ്സാരമാകുന്ന ടാബ്ലറ്റ്സിൽ കാര്യം ക്രമീകരിക്കാൻ പറ്റും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 30 വയസ്സിന് മുമ്പ് മരിച്ചു പോകേണ്ടയാളാണ്. അമ്മാതിരിയുള്ള ശാരീരിക അസ്വസ്ഥതകൾ എന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ടാബ്ലറ്റ്സിന്റെ സപ്പോർട്ടോട് കൂടിയാണ് പിന്നീട് ജീവിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആഹാരം പോലെ തന്നെയല്ലേ ടാബ്ലറ്റ്സ്? അല്ല, ഈ മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും വിശ്വാസത്തിന് കുറവുണ്ടാവാൻ സാധ്യതയുണ്ടോ? ഏതായാലും TPM-ൽ അമ്മാതിരി ഒരു വിശ്വാസം അടിയുറച്ചു പോയി. മരുന്ന് കഴിച്ചാൽ അത് പാപമാണ് എന്നുള്ള ഒരു അബദ്ധ വിശ്വാസം. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഒരുപാട് ശുശ്രൂഷകർ വെറുതെ മരണം ചോദിച്ചു വാങ്ങിയെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അവരൊക്കെ ഇന്ന് ഒരുപാട് ശുശ്രൂഷിക്കേണ്ടുന്നവരായിരുന്നു. അതുപോലെ അതിനകത്തുള്ള ഒരുപാട് കൺവെൻഷൻ പ്രസംഗകർ, നല്ല കൺവെൻഷൻ പ്രസംഗകർ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല പ്രായത്ത് കാലം ചെയ്തു പോയി. എന്റെ ബലമായ വിശ്വാസം ഇതിന്റെ എല്ലാം പുറകിൽ ഒരു ബലഹീനമായ വിശ്വാസം സൂക്ഷിക്കുന്നതാണ്. ആ ബലഹീനമായ വിശ്വാസം സൂക്ഷിക്കുന്നത് കൊണ്ട് നല്ല നമ്പർ സുവിശേഷകരെ നല്ല പ്രായത്തിൽ കൊന്നൊടുക്കാൻ ചെകുത്താന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഈ സഭയിൽ ഇന്ന് ശുശ്രൂഷകന്മാരില്ലാതെ വന്നിരിക്കുന്നു. മാന്യ സുഹൃത്തുക്കളെ, നമ്മളൊരല്പം കൂടി ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഏതു പ്രായത്തിൽ മരിച്ചാലും വചനാധിഷ്ഠിതം ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിത്യതയ്ക്കെത്തുമെന്നതിന് സംശയമൊന്നും വേണ്ട. ദൈവമാണത് നിവർത്തിയാക്കുന്നതെങ്കിൽ അത് ദൈവം നിവർത്തിയാക്കിക്കോട്ടെ. അതിന് നമുക്ക് തിന്മ പറയാനുമില്ല. പൈശാചികകരം ഈ ഇത്തരം മരണങ്ങളിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം ദൈവമക്കൾ എന്ന നിലയിൽ നമുക്കുണ്ട്. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന ആയുസ് പൂർണ്ണമായും തീർത്ത് ചെയ്യേണ്ടുന്നത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നാം ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുമെങ്കിൽ, കർത്താവ് നമ്മളെ അതിനായി നിയോഗിക്കുന്നു എങ്കിൽ
അത്രയും കാലം ശരീരത്തിലിരുന്ന് കർത്താവിന്റെ വേല ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. ശുശ്രൂഷകരുടെ ഈടുറ്റ ഉറപ്പുള്ള ഒരുക്കവും തയ്യാറെടുപ്പും ജീവിത വിശുദ്ധിയുള്ള ഒരു കൂട്ടം ദൈവദാസന്മാർ ഈ ഭൂപ്പരപ്പിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത് തന്നെയാണ് കർത്താവിന് വേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഏതു പ്രായത്തിൽ മരിച്ചാലും തിന്മയല്ല. അപ്പോൾ തന്നെ പിശാചാണ് നമ്മളെ മരണത്തിലേക്ക് നടത്തുന്നതെങ്കിൽ ഏത് കാരണം ചൊല്ലിയും എന്ന് പറഞ്ഞാൽ അനാവശ്യമായ അബദ്ധവിശ്വാസങ്ങൾ നമ്മുടെ തലയിൽ ചുമ്മിച്ചിട്ട് വെറുതെ ആഹാരം കഴിക്കാതെ ചാകുന്നവരുണ്ട്, മരുന്നുപയോഗിക്കാതെ ചാകുന്നവരുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നു എന്നെനിക്കറിയില്ല. ഇതിനെ കുറച്ച് വിശാലമായി നമ്മൾ ചിന്തിക്കണം, ഗൗരവമായി ചിന്തിക്കണം, സഭകൾ ചിന്തിക്കണം. ഉപവാസ പ്രാർത്ഥനകൾക്ക് ഇപ്പോൾ എത്ര ആളാണ് ചർച്ചിൽ കൂടി വരിക? എന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഒരു 50 പേരെങ്കിലും കൂടി വരുമായിരുന്നു. ഇന്ന് പല ചർച്ചിലും ഉപവാസ പ്രാർത്ഥനകളില്ല, ചെയിൻ പ്രയറുകളില്ല, കാത്തിരിപ്പ് യോഗങ്ങളില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മീറ്റിംഗ്സ് ഇല്ല. ഇന്ന് കുറെ ഓളം വയ്ക്കലുകൾ മാത്രമായി ദൈവസഭ താഴേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ശുശ്രൂഷകന്മാർ ധാർമ്മികമായി വീഴുന്നതും ശാരീരികമായി കൊല ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ ഭൂപ്പരപ്പിൽ നിന്ന് മാറുന്നതിന്റെയും പുറകിൽ പൈശാചിക കരമില്ല എന്ന് നമുക്ക് പൂർണ്ണമായി പറയാനാവില്ല. ഇവിടെ ദൈവമക്കൾ ഉണരേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. ദൈവഹിതത്താലാണ്, ദൈവമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ദൈവം അത് ദൈവമക്കൾക്ക് ബോധ്യപ്പെടുത്തി തരും, പ്രശ്നമില്ല. അല്ല, ദൈവസന്നിധിയിൽ സമയം ചിലവഴിച്ച് ദൈവത്തോടുള്ള ബന്ധം സൂക്ഷിച്ചുറപ്പിച്ച് വചനാടിസ്ഥാനത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടുമെന്നതിന് സംശയമില്ല. വെല്ലുവിളികൾ കൊണ്ട് അർത്ഥമില്ല. നമുക്കൊക്കെ വെല്ലുവിളി നടത്താം. ഞാനും കൺവെൻഷൻ സ്റ്റേജുകളിൽ വെല്ലുവിളി നടത്താറുണ്ട്. നിങ്ങൾ എന്റെ തലവെട്ടിയിട്ടാലും എന്റെ വായി സുവിശേഷം സംസാരിക്കും. അത് സത്യം തന്നെയാണ്, സുവിശേഷം സംസാരിക്കും. പക്ഷേ നമ്മളെ പിശാച് സമയത്തിന് മുമ്പ് അരിഞ്ഞു കളഞ്ഞാൽ നമ്മൾ എങ്ങനെ സുവിശേഷം സംസാരിക്കും? പിശാച് നമ്മളെ ദൈവകൃപയിൽ നിന്ന് വീഴ്ത്തിക്കളഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സുവിശേഷത്തിന് എങ്ങനെ മൂർച്ചയുണ്ടാവും? കാര്യങ്ങൾ ഗൗരവമായി നമ്മൾ വിലയിരുത്തണം. ഫോൾസ് കോൺഫിഡൻസ് പ്രതിസന്ധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകരുത്. വചനം ഉറപ്പിച്ചു പറയുന്ന ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. പക്ഷേ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ രഹസ്യ സ്ഥലത്ത് ജീവിക്കുന്നവന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വാക്യം ഞാനൊന്ന് ഓർപ്പിച്ച് അവസാനിപ്പിച്ചോട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ പൗലോസ് പറയുന്ന ചില വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറയാൻ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ്, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. ഇവിടെ പൗലോസ് സുവിശേഷം നിമിത്തം അനുഭവിച്ച വ്യഥകളെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. ആ യാത്രയിൽ നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, എല്ലാ സ്ഥലത്തെ കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, എല്ലാ സ്ഥലത്തെ ആപത്തും താൻ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ആപത്തിൽ എങ്ങും പൗലോസ് കൊല്ലപ്പെട്ടതായി നമ്മൾ കാണുന്നില്ല. കർത്താവിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കാലം ചെയ്തു പോയതായി നമ്മൾ കാണുന്നില്ല. ദൈവത്തോട് അത്ര അടുത്തിരിക്കുകയും അയാൾ തന്നെ എടുത്തു പറയുന്നുണ്ട്, ഞാൻ വായി തുറക്കുമ്പോൾ വചനം പ്രസംഗിക്കാൻ കഴിയേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ശരിക്കും ഒരു പ്രെയർ സപ്പോർട്ട് പൗലോസിനുണ്ടായിരുന്നു എന്നത് നിസ്സംശയം പറയാം. പൗലോസിന്റെ ശുശ്രൂഷ അവസാനിക്കുന്നത് വരെ പൗലോസിന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടും പോലും, പീഡനങ്ങൾ അടക്കം നേരിടേണ്ടി വന്നിട്ടും പൗലോസിന്റെ പ്രാണന് കേടുവരാതെ സൂക്ഷിക്കപ്പെട്ടു എന്നത് ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഏത് പ്രായത്തിലും നിത്യതയ്ക്ക് പോകുന്നതിൽ തെറ്റില്ല. അപകടമരണം പൈശാചികമെന്ന് പറയാനും സാധ്യമല്ല. എങ്കിലും ഒരപകടമരണത്തിലെങ്കിലും പിശാചിന്റെ ഉദ്ദേശം നടക്കുന്നുണ്ട് എങ്കിൽ അതിൽ നമ്മളുടെ
വീഴ്ചയുണ്ട് എന്നത് സമ്മതിക്കേണ്ടി വരും. ഇടയ്ക്കൊരിക്കൽ മറ്റൊരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാ ദൈവമക്കളും ഉറങ്ങുമ്പോൾ ശുശ്രൂഷകരായ ഞങ്ങൾ യാത്രയിലാണ്. ശരിയാണ്. ഓരോ സ്ഥലങ്ങളിൽ പോയി കൺവെൻഷൻ പ്രസംഗിച്ച് അവിടെ കേൾക്കാൻ വരുന്ന ജനം, അവിടുത്തെ ആരാധനകൾ ക്രമീകരിച്ച ശുശ്രൂഷകരടക്കം ഉറങ്ങുമ്പോൾ ഞങ്ങളൊക്കെ യാത്രയിലാണ്. ഏറെക്കുറെയുള്ള രാത്രികൾ മുഴുവൻ ഞങ്ങൾ യാത്രയിലാണ്, റോഡിലാണ്. ദൈവം ഞങ്ങളെ കാക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്നത് ഉറപ്പാണ്. പക്ഷേ പിശാച് അരിയാതിരിക്കാൻ കോട്ട കെട്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ഉത്തരവാദിത്വം, ഇവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ആരത് ചെയ്യും? ആര് ചുമതല ഏറ്റെടുക്കും? ശുശ്രൂഷകന്മാർ വീഴുന്നത് കണ്ട് നമ്മൾ ഒരുപാട് വാചകങ്ങൾ പറയാറുണ്ട്. അവർ വീഴാതിരിക്കാൻ നാം എന്താണ് ചെയ്യുന്നത്? തകരാതിരിക്കാൻ എന്താണ് ചെയ്യുന്നത്? അതിന് ചില മുൻകരുതലുകൾ സഭകൾക്ക് എടുക്കാൻ കഴിയുമോ? നമുക്കറിയുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി ഉപവസിക്കുവാൻ, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി റിസ്ക് എടുക്കുവാൻ നമ്മളിൽ എത്ര പേർ തയ്യാറാകും? അവരെ തകർക്കുവാൻ ശത്രു സൈന്യം തയ്യാറാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവർ നെഞ്ചും നെറ്റിയും നിവർത്തി അവരെ തകർത്തിട്ടേ, അവരുടെ അവസാനം കണ്ടിട്ടേ അവർ വിശ്രമിക്കൂ എന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ അവകളോട് പ്രതിരോധിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രാർത്ഥന സപ്പോർട്ടുകൾ, ആത്മീകമായ സപ്പോർട്ടുകൾ കൊടുക്കുവാൻ കഴിയുന്ന ശക്തരായ ഒരു വിഭാഗം ദൈവസഭയ്ക്കകത്തുണ്ടാകണം. നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അവർ ഇലക്ഷനും പരിപാടികളുമായിട്ട് അവർ നടക്കുന്നു. അവർക്ക് വിദേശ പര്യടനവും മറ്റു വിഷയങ്ങളുമാണ് അവരുടെ വിഷയം. സഭയ്ക്ക് വേണ്ടിയും മുൻപന്തിയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയും ഉപവസിക്കുവാനും കരയുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്ന ഒരു നല്ല സമൂഹം, അമ്മച്ചിമാരും അപ്പച്ചന്മാരും അടങ്ങുന്ന വിശ്വസ്തരായവർ ഇറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കാൽ കീഴാണ് സഭയുടെ ഭാവി നിലനിൽക്കുന്നത്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ശുശ്രൂഷയ്ക്ക് വേണ്ടി പകലിലൊക്കെ യാത്ര ചെയ്യുന്ന, രാത്രികളിലൊക്കെ യാത്ര ചെയ്യുന്ന, കൺവെൻഷൻ വേദികളിലടക്കം റോഡുകളിലും കടവരാന്തകളിലും അടക്കം പ്രസംഗിക്കുകയും ട്രാക്ട് കൊടുക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്ക് വേണ്ടി, ആന്റിമാർക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ദൈവസഭകൾക്കുണ്ട്. വെള്ളിയാഴ്ച 2 മണിക്കൂറും ഞായറാഴ്ച 1.5 മണിക്കൂറുമായി സഭയിലെ ശുശ്രൂഷകൾ അവസാനിക്കരുത്. സഭകൾക്കകത്ത് നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്തവർക്ക് വേണ്ടി പോലും ശുശ്രൂഷകന്മാർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇനിയും മാതിരിയുള്ള അനുഗ്രഹീതരായ ശുശ്രൂഷകന്മാർ നമുക്ക് നഷ്ടമാകാതിരിക്കട്ടെ. കരുത്തന്മാർക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ. ശുശ്രൂഷിക്കുവാൻ, അവർക്ക് നിലനിൽക്കുവാൻ ജീവിതത്തിൽ എല്ലാ നന്മകളും, ജീവിത വിശുദ്ധിയും ദൈവകൃപയും അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.